നമ്മളിപ്പോൾ ഉള്ളത് ചിത്രപുരത്താണ്. ചിത്രപുരത്ത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ നമ്മളുള്ളത്. ആ കാണുന്ന നമ്മുടെ റിസോർട്ട് ട്രിവേഴ്സ് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. നല്ലൊരു അടിപൊളി 4 സ്റ്റാർ റേറ്റഡ് റിസോർട്ടാണ്. പുറത്തൊക്കെ നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല നല്ല ആംബിയൻസ് ആണ് നമുക്കിവിടെ ഉള്ളത്. ഈ കാണുന്നത് നമ്മൾ റിസോർട്ടിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയാം. പക്ഷേ ഇത് ഈ റിസോർട്ടിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗമാണ്. ഇത് ശരിക്കും ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണ്. നമുക്കിനി അകത്തോട്ട് കയറാം. എന്നിട്ട് അകത്തൊക്കെ നല്ല അടിപൊളി ഇൻറ്റീരിയൽ ഒരു വെറൈറ്റി രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതുണ്ടാവും ഫുള്ള് പെബിൾസൊക്കെ ഇങ്ങനെ നെറ്റിനകത്ത് കവർ ചെയ്തിട്ടാണ് ഭിത്തിയൊക്കെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ കാണാം നമ്മളൊരു 3-4 ഫ്ലോർ താഴെയാണ് നിൽക്കുന്നത്. ഇവിടെ കണ്ടോ ഒരു ചെറിയൊരു ഫിഷ് പോണ്ടൊക്കെ ഉണ്ട്. 2-3 മീനൊക്കെ നമുക്ക് കാണാം. ഗോൾഡ് ഫിഷൊക്കെ കിടപ്പുണ്ട്. ഇനി നമുക്കിതുണ്ട് താഴെ ഒരു കോമൺ സ്വിമ്മിങ് പൂളാണ് കേട്ടോ ഇതുള്ളത്. നമുക്കിവിടെ റൂമിന് പ്രൈവറ്റ് സ്വിമ്മിങ് പൂളും ഉണ്ട്, അതുപോലെ കോമൺ സ്വിമ്മിങ് പൂളും ഉണ്ട്. പിന്നെ നമുക്ക് വേറെ ടൈപ്പ് റൂം വെച്ചാൽ സ്യൂട്ട് റൂം, അങ്ങനെ പല രീതിയിലുള്ള റൂമുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് റൂമിൻ്റെ അകത്തേക്ക് പോകാം. ഇതുണ്ട് നല്ല അടിപൊളി റൂമാണ്. നല്ല ഇൻറ്റീരിയൽ ഡിസൈനിങ് ഒക്കെയാണ് ചെയ്തിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡ് ഉണ്ട് ഫുള്ള് ഗ്ലാസ് ആണ്. നമുക്ക് ഈ പുറത്തെ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ, ഇപ്പം നിങ്ങൾക്ക് ഹൈറ്റ് മനസ്സിലായില്ലേ? നമ്മൾ ശരിക്കും ഇങ്ങനെ ചെരിഞ്ഞൊരു സ്ഥലത്താണ് ഈ ബിൽഡിംഗ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന് കയറി എൻട്രൻസ് ഏറ്റവും ടോപ്പ് ഭാഗത്താണ്. ഈ കാണുന്ന റോഡ് ചിത്തിരപുരം പവർ ഹൗസ് അങ്ങനെ പോകുന്ന റോഡാണ് കേട്ടോ. ഇത് ഏകദേശം നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ബാത്റൂം. അങ്ങനെ നൈറ്റായി കേട്ടോ. നൈറ്റായപ്പോൾ ഞാൻ ചുമ്മാ പുറത്തുനിന്ന് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ നമ്മൾ നാളെ രാവിലെ ഒരു റോഡ് ട്രിപ്പ് പോകും. അതായത് നമ്മുടെ പോതമേട് വ്യൂ പോയിന്റ് കണ്ട് ഈ നമ്മുടെ ഗ്യാപ്പ് റോഡ് വഴി നമുക്ക് മുമ്പ് 3-4 വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ ചിന്നക്കന വാട്ടർഫാൾസ്, അതുപോലെ ആനരങ്ങൾ ഡാം, അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ കണ്ട് നമ്മൾ അത്യാവശ്യം നല്ലൊരു റോഡ് ട്രിപ്പ് നമ്മൾ നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. അങ്ങനെ നേരം വെളുത്തിരിക്കുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൽ നിന്നും ഒരു 3-4 ഫ്ലോർ താഴെയാണ് കേട്ടോ. ഇതാണ് ഇപ്പം നമുക്ക് ആ റോഡ് കുറച്ച് അടുത്ത് കാണാൻ പറ്റും. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രാവിലെ നമുക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്ത് ഇഷ്ടമുള്ള ഐറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് തരുന്നത്. നമ്മളങ്ങനെ ചെക്കൗട്ട് ചെയ്ത് പുറത്തിറങ്ങി കേട്ടോ. ഈ നേരെ പോകുന്ന റോഡ് മൂന്നാറാണ്. താഴോട്ട് പോകുന്ന പവർ ഹൗസ് റോഡാണ്. നമ്മൾ അവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്തിരുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് നമുക്ക് രാവിലെ. നമ്മൾ ഇന്നലെ വന്ന ഒരു കാലാവസ്ഥയല്ല. രാവിലെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് പോതമേട് വ്യൂ പോയിന്റിലേക്കാണ്. ഈ പോതമേട് വ്യൂ പോയിന്റ് പോകുന്ന വഴിക്ക് നമുക്ക് നമ്മളൊരു പവർ ഹൗസിൻ്റെ അടുത്താണ് സ്റ്റേ ചെയ്തിരുന്നത്. ആ പവർ ഹൗസിലോട്ട് പോകുന്നത്, അതായത് ചിത്തിരപുരം പവർ ഹൗസിലോട്ട് പോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് നല്ലൊരു സീനറിയാണ്. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അപ്പം നമുക്ക് അവിടെ നിർത്താം. അവിടെ നമ്മൾ നിർത്തിയതിന് ശേഷം നേരെ നമ്മൾ പോതമേട് വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ പോകുന്നത്. നല്ല മഞ്ഞുണ്ട്, നല്ല രസമാണ്. ഇപ്പം നമുക്ക് ഒരു ബൈക്കിലൊക്കെ പോകുകയാണെങ്കിൽ നല്ല അടിപൊളി രസമായിരിക്കും. അതേപോലെ ഇവിടെ സ്വന്തം വണ്ടിക്കല്ലാതെ വരുന്നവർക്ക് ഇവിടെ ഇഷ്ടംപോലെ ജീപ്പ് സഫാരി കിട്ടാനുണ്ട്. പക്ഷെ നമ്മളതൊരു ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഏറ്റവും സൗകര്യം. കാരണം നമുക്ക് ഒരുമിച്ചൊക്കെ പോകുമ്പോൾ അടിച്ചു പൊളിച്ച് പോകാൻ പറ്റും. നമ്മൾ തന്നെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഇച്ചിരി ബോറായിരിക്കും. നമ്മളങ്ങനെ പെൻസ്റ്റോക്ക് വൈപ്പിൻ്റെ വ്യൂ പോയിന്റ് എത്താറായി. അത് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നല്ല അടിപൊളി സീനറി ഉള്ള കാഴ്ചകളാണ് കേട്ടോ. ഇപ്പം മഞ്ഞൊക്കെ കുറച്ച് കുറഞ്ഞു തുടങ്ങി. തിരുവനന്തപുരം പവർ ഹൗസിലോട്ട് പോകുന്ന പെൻസ്റ്റോക്ക് വൈപ്പുകളാണ്. ഇതുണ്ടോ, പല വലിപ്പമാണ് കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനത്തെ ഏറ്റവും വലുത്, പിന്നെ ഒരു മീഡിയം സൈസ്, അങ്ങനത്തെ 2 ചെറുത് കേട്ടോ. 4 എണ്ണം ഉണ്ട്. ഇതിങ്ങനെ വന്നത് ഇപ്പോൾ നമ്മളിതുണ്ടോ ഇവിടെ മെയിൻ റോഡാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ എറണാകുളം മൂന്നാർ മെയിൻ ഹൈവേ ആണ്. എന്നിട്ട് ഇതുണ്ടോ താഴത്തൂടെ അങ്ങോട്ട് പോവുകയാണിത്. ഇതുണ്ടോ, ഇതിപ്പോൾ ശരിക്കും ആ ഒരു മലയുടെ അപ്പുറത്ത് ഡാമാണ് കേട്ടോ. ഇതുണ്ടോ, ഈ ഒരു ഭാഗത്തു നിന്ന് ഈ മലയുടെ അടിയിൽക്കൂടെ ഇത് തുരന്ന് അപ്പുറത്തു നിന്നാണ് കേട്ടോ ഈ വെള്ളം വരുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഇത് വന്ന് ഇങ്ങനെ ഈ ഒരു ഭാഗത്തൂടെ ഇത് താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. താഴെയാണ് നമ്മുടെ പവർ ഹൗസ് ഉള്ളത് കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്യുന്നതിന് തൊട്ട് താഴെ നമുക്കൊരു പവർ ഹൗസ് കാണാമായിരുന്നു. അവിടെയാണ് ഇതിൻ്റെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ചിത്തിരപുരം പവർ ഹൗസ് എന്നാണ് കേട്ടോ അതിന് പറയുക. പോതമേട് വ്യൂ പോയിന്റ് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഫുള്ള് തേയിലക്കാടുകളൊക്കെയാണ്. ചെറിയൊരു വഴിയാണ് കേട്ടോ. അത്യാവശ്യം കട്ടറൊക്കെ ഉണ്ട്.
ചെറിയ മഴയുണ്ട്, മഞ്ഞുമുണ്ട്. ഇതുണ്ടോ ആ എൻ്റെ ബാക്കിൽ നോക്കിയേ, ഇതുണ്ടോ അവിടെയൊക്കെ നല്ല മഞ്ഞുണ്ട്. നമ്മൾ ഇങ്ങനെ ആ ഭാഗത്തോട്ടാട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പോകാം. ഇതുണ്ട് ഇവിടെ ഒരു കുഞ്ഞൻ ഒരു വെള്ളച്ചാട്ടം, നല്ല രസമുണ്ട്. നമുക്ക് പോയാലോ? ഈ പോകുന്നവരെല്ലാം തേയിലക്കകത്ത് പണിയാൻ പോകുന്നവരാണ്. നമ്മൾ വന്ന വഴിയുണ്ട്, അവിടെ നമ്മളിങ്ങനെ ആണ് വന്നത്. ഇതുണ്ട് ഇവിടെ കുറച്ച് മലകൾ നോക്കി, നല്ല രസമല്ലേ. അവിടെ കുറച്ച് യുക്കാലി നിൽപ്പുണ്ട്. ഇതുണ്ടോ നമ്മൾ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ആ ഭാഗത്തോട്ട് പോകുന്നുണ്ടോ, അവിടെ മഞ്ഞിറങ്ങി തുടങ്ങി. നമുക്കപ്പോൾ പോകാം. നമ്മളങ്ങനെ വ്യൂ പോയിൻ്റ് വന്നു കേട്ടോ. ഇതുണ്ടോ നല്ല രസമാണ്. എൻ്റെ ബാക്കിലോട്ട് നോക്കി ഇതുണ്ടോ ആ മലയിലൊക്കെ ഉണ്ടോ മഞ്ഞ് കയറി വരുന്ന താഴോട്ട് നമുക്ക് ഫുള്ള് തേയിലത്തോട്ടങ്ങൾ കാണാം കേട്ടോ. അതുണ്ടോ നല്ല രസമാണ്. നോക്കി താഴ്ന്ന ഭാഗങ്ങളൊക്കെ ഇപ്പം മഞ്ഞ് പോയി കേട്ടോ. ഇപ്പം നമുക്ക് ഇതുണ്ടോ മലയുടെയൊക്കെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ് കാണാനുള്ളൂ. ഇപ്പം സമയം ഏകദേശം 11 മണിയൊക്കെ ആയിട്ട്, അതുകൊണ്ടാണ് താഴ്ന്ന ഭാഗം മഞ്ഞ് പോയത്. ഇവിടെ വന്ന് നമുക്കിങ്ങനെ ഈ വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നമ്മൾ എത്ര നേരം കഴിഞ്ഞാൽ നമുക്ക് സംഭവം നടത്തില്ല. നല്ല കാറ്റും നല്ല വ്യൂ ആണ് കേട്ടോ. ഈ മഞ്ഞ കയറി ഇറങ്ങി പോകുമ്പോൾ നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റും. ഇതുണ്ട് അവിടെ മലയൊക്കെ ഉണ്ടോ, മഞ്ഞ് ഇറങ്ങി വരുവാണ്. ഇനി നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഗ്യാപ്പ് റോഡ് വഴി ഒരു റോഡ് ട്രിപ്പാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ചിറങ്ങി നമ്മുടെ പള്ളിവാസല ചെക്ക് ഡാമിൻ്റെ അതുവഴിയാണ് നമ്മൾ ഇനി പോകുന്നത്. നമ്മൾ പോകുന്ന വഴിക്കുള്ള ചെറിയൊരു ചെക്ക് ഡാമിനുണ്ട്, പള്ളിവാസൽ. ഇതുണ്ട് തുറന്നാൽ കണ്ടോ, 2 സ്പിൽവേ ഉണ്ട്. ഇവിടെയും അങ്ങനത്തെയും ഓഫ്ലോ ചെയ്ത് ഒഴുകുന്നുണ്ട്. ഇവിടെ കണ്ടോ ഷട്ടർ വന്നിട്ടുണ്ട്. അത് നല്ല പവറിലെ വെള്ളം നോക്കി ഇങ്ങനെ ഒഴുകി താട്ട് പോവുകയാണ്. നമ്മളങ്ങനെ ഗ്യാപ്പ് റോഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ. നല്ല അടിപൊളി ഒരു യുക്കാലിത്തോട്ടമാണ്. നമ്മളങ്ങനെ ഇപ്പോൾ ഇതുണ്ടോ ഗ്യാപ്പ് റോഡിൽ ഒരു വ്യൂ പോയിന്റ് കണ്ട് നിർത്തിയതാണ് കേട്ടോ. നമ്മൾ ഈ വരുന്ന വഴിക്കൊക്കെ നമുക്കിങ്ങനെ വ്യൂ പോയിന്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്ഥലത്ത് നിർത്തിയാണ്. നല്ല തേയിലത്തോട്ടമുണ്ടോ, നല്ല അടിപൊളി സീനറിയാണ്, നല്ല രസമാണ് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല സ്ഥലമാണ്. ഒത്തിരി ആൾക്കാരൊക്കെ നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഗ്യാപ്പ് റോഡ് ആയതുകൊണ്ട് തന്നെ നല്ല സ്ഥലമുണ്ട്. ഇതുണ്ടോ നമുക്ക് വണ്ടിയൊക്കെ നിർത്താൻ വേണ്ടി നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. നല്ല റോഡ് ട്രിപ്പ് പോകാൻ പറ്റിയ അടിപൊളി റോഡാണ് നമ്മുടെ ഈ ഗ്യാപ്പ് റോഡ്. നല്ല അടിപൊളി ഹൈവേ ആണ് കേട്ടോ. നല്ലൊരു ബൈക്ക് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ നല്ല രസമാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലത്തൊക്കെ ചെറുതായിട്ട് മണ്ണിടിച്ചങ്ങനെ കാണാം. നമ്മളിപ്പോൾ മൂന്നാർ ദേവികുളം നാഷണൽ ഹൈവേ കൂടെ പൊയ്ക്കൊണ്ടിരിക്കണം. നല്ല അടിപൊളി വഴിയാണ് കേട്ടോ. നമ്മൾ മൂന്നാർ വന്നിട്ട് ഇത്രയും നല്ല വഴി ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഇതുണ്ട് റോഡ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവർ മണ്ണൊക്കെ അരിഞ്ഞാക്കുന്നതൊക്കെ ശരിക്കും നല്ല ചെരിച്ചൊക്കെയാണ് കേട്ടോ അരിഞ്ഞാക്കുന്നത്. കാണിച്ചു തരാം. നമ്മൾ പണ്ട് തൊട്ടേ ഒത്തിരി ന്യൂസൊക്കെ കേൾക്കുന്നതാണ് നമ്മുടെ ഈ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ടായിരിക്കണം ഇവർ ഇതേപോലെ മണ്ണ് ചെരിച്ചരിഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ മണ്ണ് ചെരിച്ചരിഞ്ഞ് കഴിയുമ്പം മണ്ണിടിയാനുള്ള സാധ്യത കുറവാണ്. എന്നിരുന്നാലും നമുക്ക് ചില സ്ഥലങ്ങളൊക്കെ മണ്ണിടിഞ്ഞിരിക്കുന്ന കാണാം. പക്ഷെ അതൊന്നും നമ്മുടെ ഈ ഒരു യാത്രയുടെ ഒരു ഫീലിംഗ് നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല. കാരണം നല്ല വിശാലമായ റോഡ്, നല്ല അതായത് നമുക്ക് ശരിക്കും ഫുള്ള് കാണാം. റോഡ് അടഞ്ഞല്ലേ നിൽക്കുന്നത്, ഫുള്ള് നല്ല രീതിയിൽ നമുക്ക് ആ സീനറിയൊക്കെ ആസ്വദിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു റോഡാണ് കേട്ടോ. നമുക്ക് അതേപോലെ നമ്മൾ ഇടയ്ക്ക് പോകുന്ന വഴിക്കൊക്കെ ഇടയ്ക്ക് വ്യൂ പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി സീനറിയൊക്കെ നമുക്ക് കാണാൻ കഴിയുക. നമ്മൾ ദേവികുളം കഴിഞ്ഞപ്പം ഒരു സ്ഥലത്ത് വണ്ടി എടുത്തോ കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. എൻ്റെ ബാക്കിൽ നോക്കി ചെയ്തുണ്ടോ മലകളും അതുണ്ടോ മഞ്ഞുണ്ടോ പോകുന്നുണ്ടോ, ഫുള്ള് തേയില സെറ്റപ്പാണ് കേട്ടോ. ഞാൻ വിശദമായിട്ടൊന്ന് കാണിച്ചു തരാം. അതുണ്ടോ ഫുള്ള് തേയില, അതിൻ്റെ പൊക്കത്ത് ഇതുണ്ടോ മലയാണുണ്ടോ, മഞ്ഞ് കുറേ മറഞ്ഞ് ഉണ്ടോ, മഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ഗ്യാപ്പ് റോഡ് ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ തേയിലയുള്ള സ്ഥലം കാണാൻ പറ്റും. ഈ റോഡിൻ്റെ സൈഡിൽ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങ് അകലേക്ക് ഇതിൻ്റെ വ്യൂ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ നമുക്ക് റോഡാണെങ്കിൽ നല്ല വീതിയുള്ള റോഡായതുകൊണ്ട് തന്നെ നമുക്ക് ട്രാഫിക്കിന് തടസ്സമില്ല, തന്നെ വണ്ടി നിർത്താനും ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനും പറ്റും. നമ്മൾ ഇങ്ങനെയുള്ള വ്യൂ പോയിന്റിലൊക്കെ നമ്മൾ എത്ര നേരം നോക്കി നമുക്ക് മടുക്കത്തില്ല. ഈ മഞ്ഞിങ്ങനെ പറന്ന് പോകും, നമ്മൾ നോക്കി നിൽക്കുവാണെങ്കിൽ നമുക്ക് സമയം പോകുന്ന അറിയാൻ പറ്റത്തില്ല. അതുപോലെയുള്ളൊരു കാഴ്ചയാണ്. ഇപ്പോൾ ഒക്കെ നമ്മൾ ഈ പൊക്കോണെങ്കിൽ റോഡ് ശരിക്കും ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ ആണ്. അതായത് ഈ ഒരു ഭാഗത്തൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് മണ്ണിടിച്ചിട്ട് സംഭവിക്കുന്നത്. ഇപ്പം നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ മണ്ണിടിഞ്ഞിട്ടുണ്ട്. നമ്മൾ വാർത്തയിലൊക്കെ മെയിനായിട്ട് മണ്ണിടിഞ്ഞെന്ന് പറഞ്ഞാൽ കാണുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ കാണാം ഇതുണ്ടോ ഭയങ്കരമായ വലിയ വലിയ തിട്ടകളാണ്. തിട്ടകളെന്ന് വെച്ചാൽ ശരിക്കും ഇത് മലകളാണ് കേട്ടോ. അതായത് ഫുള്ള് കല്ലുകൾ, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം മഴയൊക്കെ പെയ്യുമ്പോൾ ഈ കല്ലുകളും മണ്ണുകളും ഇടിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്.
അതേപോലെ ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ ശരിക്കും നല്ലൊരു ഹൈറ്റിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല സീനറിയാണ് കേട്ടോ. അതുകൊണ്ട് ഫുള്ള് മഞ്ഞൊക്കെ പോകുന്ന ഒരു സീനറി നമുക്ക് കാണാം. അതായത് ഇപ്പോൾ നമ്മൾ നല്ല ഹൈറ്റിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമുക്ക് ഇത്രയും നല്ലപോലെ മഞ്ഞ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മളെ സെയിം ലെവലിൽ മഞ്ഞ് നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ നമുക്ക് ഇതുവഴി പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇത് അടുത്തൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഇതുണ്ട്, ഇവിടെ നമ്മൾ നിർത്തിയതാണ്. മഞ്ഞൊക്കെ നല്ല നല്ല രസമാണ് കേട്ടോ. നമ്മളങ്ങനെ അടുത്തൊരു വ്യൂ പോയിൻ്റ് വണ്ടി നിർത്താനാണ് കേട്ടോ. നമ്മൾ ഈ ഗ്യാപ്പ് റോഡിലുള്ളത് തന്നെയാണ്. ഇതുണ്ടോ മഞ്ഞ് നോക്കി, മേഘങ്ങൾ നോക്കി എന്നാ രസം നോക്കി. അതുകൊണ്ട് ഫുള്ളുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്നത് ചിന്നക്കനാൽ വാട്ടർഫാൾസാണ് കേട്ടോ. നല്ല രസമുള്ളൊരു വാട്ടർഫാളാണ്. ഇവിടെ ഇതും അത്യാവശ്യം ഒരു വ്യൂ പോയിൻ്റ് പോലെയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പെരിയകനാലാണ്. പെരിയകനാൽ ഇപ്പോൾ താഴെ കാണുന്നത് ആനയിറങ്കൽ ഡാമാണ് കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നമുക്ക് ആനകളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ഇതുണ്ട്, ഇവിടെ കുറച്ച് പേര് ബൈനോക്കുലർ വഴി ആനേനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മുടെ റോഡ് ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.